السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വഴിവിളക്കിലെ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, റമദാനിന്റെ അവസാനത്തെ 10 പ്രത്യേകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഖിയാം എന്ന പേരിലുള്ള അർദ്ധരാത്രിക്ക് ശേഷമുള്ള നമസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരം പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം പല ഫത്വകളുടെയും കഷ്ണങ്ങൾ പല രീതികളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയച്ചു തരികയും ചോദിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിശദീകരണം. അതിലൊന്ന് ലജ്ന ദായിമയുടെ ഒരു ഫത്വയാണ്. ആ ഫത്വ വിശദീകരിച്ചുകൊണ്ടും മൂന്നാമത്തെ 10, അതായത് അവസാനത്തെ 10 ദിവസങ്ങളിൽ റമദാനിൽ 2 ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ 2 ഭാഗമായി അർദ്ധരാത്രിക്ക് ശേഷം ഒരു നമസ്കാരം നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല എന്ന ഫത്വ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതൊരു ഫത്വയും തെളിവുണ്ടോ എങ്കിൽ സ്വീകരിക്കാം എന്നതാണ് ശരിയായ നിലപാട്. ഫത്വ ദീനിൽ തെളിവല്ല. ഫത്വ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാകുമ്പോൾ ആ പ്രമാണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഫത്വയെ സ്വീകരിക്കാൻ സാധിക്കും. തെളിവുകളില്ലാതെ കുഴപ്പമില്ലെന്നോ അനുവദനീയമാണെന്നോ തകരാറില്ലെന്നോ എന്ന് പറയുന്ന ലാബഹ്സ എന്ന് പറയുന്ന ഫത്വകൾ, അതുകൊണ്ട് ദീനിലൊരു കാര്യം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. ഈ ലജ്ന ദായിമയുടെ ഫത്വയിൽ പറയുന്ന 3 കാര്യങ്ങൾ: ولا بأس أن يزيد في عدد الركعات في العشر الأواخر عن عددها في العشرين الأول. റമദാനിലെ ആദ്യത്തെ 20 ദിവസങ്ങളിൽ നമസ്കരിക്കുന്ന റക്അത്തുകളുടെ എണ്ണത്തേക്കാൾ അവസാനത്തെ 10 ദിവസങ്ങളിൽ റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്നതാണ് ഒരു പരാമർശം. അപ്പൊ ആദ്യത്തെ 20 ദിവസം 11 റക്അത്തും അവസാനത്തെ 10 അതിൽ കൂടുതൽ എണ്ണവും നമസ്കരിക്കാൻ കുഴപ്പമുണ്ട്. കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ എന്താണ് അതിന് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അവസാനത്തെ 10 എണ്ണം കൂട്ടി നമസ്കരിച്ചിട്ടുണ്ടോ? സഹാബത്ത് അവസാനത്തെ 10 എണ്ണം കൂട്ടി നമസ്കരിച്ചിട്ടുണ്ടോ? തെളിവുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദീനിൽ തെളിവാവുകയില്ല. അപ്പൊ ഇത് പിടിച്ചുകൊണ്ട് വാദിക്കുന്ന ആളുകൾ അങ്ങനെ നബിയോ സഹാബത്തോ അവസാനത്തെ 10 ആദ്യത്തേതിനേക്കാൾ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നമസ്കരിച്ചതിന് തെളിവ് കൊണ്ടുവരണം. അതാണ് ആ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ളത്. രണ്ടാമതായി അതിനോട് ചേർന്ന് തന്നെ പറയുന്ന വിഷയം വയഖ്സിമഹ ഇലാ ഖിസ്മൈൻ. രാത്രി നമസ്കാരത്തെ 2 ഭാഗമാക്കി വിഭജിക്കുന്നതിനും കുഴപ്പമില്ല. എന്നിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്, ഇശാ നമസ്കാരത്തിന് ശേഷം ആദ്യത്തെ 20 ദിവസങ്ങളിൽ തറാവീഹ് എന്ന നിലക്ക് ലഘുവായി നമസ്കരിക്കുകയും അതൊരു ഭാഗം, അവസാനത്തെ 10 ദിവസങ്ങളിൽ ആ നമസ്കാരത്തിന് പുറമെ തഹജ്ജുദ് എന്ന നിലക്ക് വേറെ ഒരു നമസ്കാരവും, അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം തഹജ്ജുദ് എന്ന നിലക്ക് വേറെയും നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെയും ഇതിന് മറുപടിയായി പറയാനുള്ളത്, അല്ലെങ്കിൽ ഇത് പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആദ്യത്തെ 10 11 റക്അത്തും ആദ്യത്തെ 20 ദിവസങ്ങളിൽ, അവസാനത്തെ 10 അതിന് പുറമെ വേറെ ഒരു റക്അത്തെങ്കിലും നമസ്കരിച്ചതായി, രാത്രി നമസ്കാരം എന്ന പേരിൽ ഒരു റക്അത്തെങ്കിലും അധികമായി നമസ്കരിച്ചതായി തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? നബിയാകട്ടെ സഹാബത്ത് ആകട്ടെ. അത്തരം തെളിവുകൾ കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിക്ക് ഈ ലാബഹ്സ എന്ന് പറയുന്നത് തെളിവായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഏത് സമിതി പറഞ്ഞാലും ശരി, തെളിവുണ്ടോ അതാണ് പ്രമാണം, അതാണ് ദീൻ. മൂന്നാമത്തത് വല്ലദി യഖൂലു ലാ യസീദു ഫി ആഖിരി ശഹരി അമ്മാ കാന യുസല്ലിഹി ഫി അവ്വലി ശഹരി മുഖാലിഫുൻ ലിഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മുഖാലിഫുൻ ലിമാ കാന അലൈഹി സലഫുസ് സ്വാലിഹു മിൻ തൂലിൽ ഖിയാം ഫി ആഖിരി ശഹരി ഫി ആഖിരിൽ ലൈൽ. ആദ്യത്തെ ദിവസങ്ങളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതലായി അവസാനത്തെ 10 ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനത്തിന് എതിരായവനാണ്. സലഫുസ് സാലിഹികളായ ആളുകൾ അവസാനത്തെ 10 രാത്രിയുടെ അവസാന സമയങ്ങളിൽ സ്വീകരിച്ച സലഫുകളുടെ നിലപാടിനും എതിരായവനാകുന്നു എന്നാണ്. എതിരായവനാണ് എന്ന് പറയണമെങ്കിൽ മുകളിൽ ചോദിച്ചതുപോലെ നബിയോ സഹാബത്തോ അവസാനത്തെ 10കളിൽ ആദ്യത്തേതിനേക്കാൾ അധികം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നതിന് തെളിവ് കൊണ്ടുവരണം. അങ്ങനെ തെളിവ് കൊണ്ടുവന്നിട്ട് ഒരാൾ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ അവൻ നബിയുടെയും സലഫുകളുടെയും മാതൃകക്ക് അല്ലെങ്കിൽ മാർഗദർശനത്തിന് എതിര് പ്രവർത്തിച്ചവനാണ് എന്ന് പറയാം. അത് പറയാത്തിടത്തോളം കാലം തിരിച്ചാണ് സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തു കാണിച്ചിട്ടില്ലാത്ത ഒരു രീതി റമദാനിന്റെ അവസാനത്തെ 10 ആദ്യത്തെ 20 ദിവസങ്ങൾക്ക് വ്യത്യസ്തമായി 2 ഭാഗമായി നമസ്കരിക്കുകയോ അല്ലെങ്കിൽ 11 കൂട്ടി നമസ്കരിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സലഫുകളുടെയും നടപടിക്രമങ്ങൾക്ക് എതിരാണ് എന്നാണ് വരുന്നത്. കാരണം അവരാരും നമസ്കരിച്ചതായി സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല.
രേഖപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ നമസ്കരിച്ചതായി, പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഈ വാചകത്തിന് ശേഷം പറയുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന കാര്യം. ഫൽ വാജിബു ഇത്തിബാഉ സുന്നത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീന മിൻ ബഅദിഹി. അതുകൊണ്ട് അനിവാര്യമായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും പിൻപറ്റുക എന്നത് അനിവാര്യമാകുന്നു. അതിലേക്ക് പോയാൽ പ്രശ്നം തീരും. നബിയുടെയും സഹാബത്തിന്റെയും സുന്നത്ത് പിൻപറ്റൽ നിർബന്ധമാണ് എന്നതിലേക്ക് പോയാൽ ആ നബിയുടെയും സഹാബത്ത് മുറുകെ പിടിക്കുകയാണെങ്കിൽ നബിയോ സഹാബത്തോ അവസാനത്തെ 10 ആദ്യത്തെ 20നേക്കാൾ പ്രത്യേകമായി എണ്ണം കൂട്ടിയോ ഒന്നും അധികരിപ്പിച്ചിട്ടില്ല എന്നതാണ് ശരി. അതുകൊണ്ട് തന്നെ ഈ വോയിസ് പുറത്തുവിടുന്ന ആളുകൾ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവ് ഹാജരാക്കുകയാണെങ്കിൽ ഈ ഫത്വ ഇതെന്നല്ല ഏത് ഫത്വയും അംഗീകരിക്കാം. ഒരു പണ്ഡിതനോ ഒരു സമിതിയോ പറഞ്ഞു എന്നത് ദീനിൽ തെളിവല്ല. അതാണ് വളരെ ചുരുക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിലെവിടെയും ഇന്ന് നടക്കുന്ന രീതിയിലുള്ള ആ ഒരു ഖിയാം നടന്നു എന്നതിന് ഒരു തെളിവും ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധ്യമല്ല.